എന്നാ ചെയ്യുന്നേ? അമ്മ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആടുകൾക്കുള്ള പുളിമ്പൊടി കൊടുക്കുന്നത്. പുളിമ്പൊടി എന്ന് പറഞ്ഞ സാധനം മൃഗങ്ങളെ വളർത്തുന്ന എല്ലാവർക്കും ഇതെന്നാന്നറിയാം. ഇതാണ് പുളിയരിയാണ്. ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അരിയാണ്. ഇത് നമ്മുടെ വാളൻ പുളിയുടെ കുരു പൊടിച്ചുണ്ടാക്കുന്ന ഈ പൊടിയാണ് പുളിയരി അല്ലെ പുളിമ്പൊടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇത് കുറുക്കുന്നതെന്നാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഒരുപാട് നമ്മുടെ ഇവിടെ നാട്ടിൻപുറമാണ്. നാട്ടിൻപുറത്തുള്ളവർക്കാണ് സാധാരണ കൃഷികൾ ഒക്കെ ചെയ്ത് ജീവിക്കുന്നവർ. അപ്പോൾ അവർക്ക് മൃഗങ്ങളെയൊക്കെ വളർത്തണം, പരിപാലിക്കണം. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഞാനിത് നാളത്തേക്കുള്ള പുളിയരി കുറുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണെന്നത് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി പറയാവേ. അപ്പോൾ നല്ലതായിട്ട് ചെരുവത്തി വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു 3/4 ചെരുവത്തി വെള്ളമുണ്ട്. അത് തിളയ്ക്കാറായി വന്നിരിക്കുവാണ്. ഏതാണ്ട് നല്ലപോലെ തിളയ്ക്കാറാകുന്ന സമയത്താണ് നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ബാക്കി ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം. കൊച്ചു കാണിച്ച് ഇത് കൊച്ചു പിടിച്ച് ഇത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിത് ഈ പുളിയരി കുറച്ചായിട്ട് ഉപ്പുമാവിൻ്റെ പൊടി ഇടുന്ന പോലെ ഇട്ട് കൊടുക്കുവാണ്. ഇത് അപ്പോൾ ഇത് ഇടുന്നതിനനുസരിച്ച് നമ്മൾ ഇളക്കിയും കൂടെ കൊടുക്കണം. കട്ട പിടിക്കാതിരിക്കാനാണ് ഇളക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇതൊരു 3 കിലോ പുളിയരി ഉണ്ട്. എനിക്ക് 10-15 ആടുണ്ട്. അപ്പോൾ ആടിന് മാത്രമല്ല, ഇത് പശുക്കൾക്ക് കൊടുക്കും, കാള, പോത്ത്, എല്ലാ ജീവികൾക്കും. ഈ മഴക്കാലത്താണേലും വേനൽക്കാണേലും പുല്ല് അധികം കിട്ടുന്നില്ലാത്ത സമയത്തൊക്കെ മൃഗങ്ങളെ ഒന്ന് നമുക്ക് അതിൻ്റെ വിശപ്പൊന്ന് അടയ്ക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഇത് മൃഗങ്ങൾക്ക് നല്ലൊരു സാധനം തന്നെയാണ്. ഇത് കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് നല്ലൊരു വിശപ്പ് നിൽക്കുകയും അവരുടെ ശരീരത്തിന് വേണ്ടുന്ന പോഷകങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടാറുണ്ട്. ഇത് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്, ഇതിൻ്റെ കൂടെ ആടുകൾക്കുള്ള ആടുവെല്ലറ്റുണ്ട്. പിന്നെ കടലപ്പിണ്ണാക്കിൻ്റെ അത് കുറച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക. അതിൽ കൂടെ ഇടുന്നില്ല കേട്ടോ, അതൊന്നും ഇതിൽ കൂടെ ഇടുക. ഇത് മാത്രമാണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. വെല്ലറ്റൊന്നും നമ്മൾ തിളപ്പിക്കുകയില്ല, പിണ്ണാക്ക് തിളപ്പിക്കും. അപ്പോൾ ഇത് പിണ്ണാക്ക് തിളപ്പിക്കുന്നതൊന്നും വേകാൻ വേണ്ടിയിട്ട് അതിനകത്ത് വല്ല അണുക്കളോ പൂപ്പലോ അങ്ങനെ എന്തെങ്കിലും ഇല്ലാത്ത സാധനങ്ങളെ നമ്മൾ മേടിക്കാവുള്ളൂ. പൂപ്പലോ അണുക്കളോ ഉള്ള സാധനങ്ങളൊന്നും നമ്മൾ മേടിക്കരുത്. മൃഗങ്ങളാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് കണ്ടോ, നമ്മളിതിങ്ങനെ അടുപ്പ് വെച്ചിരിക്കുവാണ്. ഒട്ടും കട്ട കെട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഒരുപാട് സമയം നമുക്ക് അടുപ്പിൻ്റെ ചുവട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അങ്ങനെ അല്ലാതെ ഞാൻ എൻ്റെ ഒരു സ്വന്തം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരവിടെ ചെയ്യുന്നത് കണ്ടതാണിത്. അവർ വെള്ളം തിളയ്ക്കാറായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ തിളയ്ക്കാൻ അടുത്ത് കഴിയുമ്പോൾ, ഒരു 90% വെള്ളം ചൂടായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പം കുറച്ച് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഒട്ടും കട്ട കെട്ടാതെ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ നമ്മളിത് മൃഗങ്ങളെ വളർത്തുന്നവർക്കറിയാം, ഇതൊക്കെയാണ് വലിയൊരു പണിയായിട്ട്. ഇനി പുളിമ്പൊടി കൊടുക്കണ്ടേ, അത് ചെയ്യണം, ഇത് ചെയ്യണം, നമ്മളിങ്ങനെ മടുപ്പാകും. നമ്മളിത് ഇച്ചിരി നേരം അടച്ചു വെച്ചു. നന്നായിട്ട് തീ കത്തുന്നുണ്ട്. നമുക്കിനിയൊരു ഇടയ്ക്ക് വല്ലപ്പോഴും വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പൊടി ഇട്ട് കഴിഞ്ഞ് തിള വന്നിട്ടില്ല. അപ്പം നമ്മൾ ഇടയ്ക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു. ഒരു കട്ട പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കിടന്ന് 1-2 പ്രാവശ്യം തിളയ്ക്കുന്നോടം വരെ നമ്മൾ ഇത് നോക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പണിയിൽ നിർത്തി നമുക്ക് പോകാം. ചെറുതായിട്ടൊരു തീ 1-2 ചകിരിത്തൊണ്ടോ അല്ലെങ്കിൽ ഇച്ചിരി മുട്ടിയായിട്ടുള്ള വിറകോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ചൂടിനകത്ത് കിടന്ന്, അത് നാളത്തേക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് നാളെ വരെ അതിനെ ഇവിടെ അതിൽ നല്ല ചൂടായിട്ട് ഇത്രയും കിടക്കുമല്ലേ. അപ്പം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പാത്രങ്ങൾ ചെറുതാക്കുകയോ വലുതാക്കുകയോ. അപ്പം നമുക്ക് ഇത്രയും വെക്കേണ്ടതുകൊണ്ടാണ് ഇത്രയും ഒരു പാത്രം എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിതൊന്ന് മൂടി വെക്കുവാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനി വരാം. ഓക്കെ. അപ്പം നമ്മൾ വന്നിരിക്കുവാണ്. തിള വന്നിട്ടുണ്ട്. ഇതണ്ടേ, തിളയൊക്കെ വന്നിട്ടുണ്ട്. നല്ലപോലെ ഇത് കുറുകി. ഞാനിത് മുമ്പേ അടച്ച് വെച്ചിട്ട് ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടോ, നല്ലപോലെ കുറുകി വരുന്നു.
അപ്പം നല്ലൊരു തവി വേണം കേട്ടോ, നല്ല ഇച്ചിരി ബലമുള്ള തവി ആയിരിക്കണം. ഇതുപോലെ നല്ലൊരു സ്റ്റീലിൻ്റെ വലിയൊരു തവി ഒക്കെ മേടിക്കാൻ കിട്ടും. അത് വെച്ച് നല്ല ഇത് കുറുകി കഴിയുമ്പം ബലമാകുന്നതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഒന്ന് അകമ്പുറം ഇളകി കൊടുക്കണം. നല്ലപോലെ അടി മുതൽ ഇളക്കി കയറ്റി കൊടുക്കണം. ഉണ്ടോ ഇത്? അപ്പോൾ ഇത് ഏതാണ്ട് പണി കഴിഞ്ഞെന്ന് പറയാം. ഇനിയിപ്പം നമ്മൾ ഇനി വേറെ തീയൊന്നും കത്തിക്കാൻ പോകേണ്ട, ഈ വിറക് തന്നെ അങ്ങനെ കത്തി അങ്ങ് തീർന്ന് പൊക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പുളിമ്പൊടി കുറുക്കൽ. ഇത്രയേ ഉള്ളൂ. നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നവർക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നിങ്ങൾ വളർത്തുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിലോ ഒക്കെ മൃഗങ്ങളെ വളർത്താൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ കൊടുക്കണം. അപ്പം നമുക്ക് ഈ വീഡിയോ ഇതുകൊണ്ടങ്ങ് തീരുവാണ്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കിനും ഷെയറിനും സബ്സ്ക്രൈബിനും നല്ല വിലയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാവരുടെയും സഹകരണത്തിന് വളരെ നന്ദിയുണ്ട്. എൻ്റെ കൊച്ചിന് ഇന്ന് അവധി ആയതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ അവൻ ഇവിടെ ഉള്ളത് കേട്ടോ. അല്ലാതെ ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഇന്ന് പഠിത്തമില്ല. ഇവിടെ നല്ല മഴയാണ്. 3-4 ദിവസമായി മഴ തുടങ്ങിയിട്ട്. ഇന്ന് മഴ പ്രമാണിച്ച് ഇന്നലെ റംസാൻ്റെ കൊണ്ട് മുഹറത്തിൻ്റെ കൊണ്ട് അവധിയായിരുന്നു. ഇന്ന് മഴയുടെ കൊണ്ട് അവധിയാണ്. അപ്പോൾ നാളത്തേക്കുള്ളതാണ് ഈ സാധനം. ഇതിവിടെ കിടന്ന് ഇത് മൊത്തം നല്ല ചൂടാണല്ലോ. അപ്പോൾ ചെറിയ തീ ഇവിടെ കത്തുന്നുണ്ട്. വേറെ വിറകൊന്നും വെക്കണ്ട. ഇതൊരു ഇച്ചിരി കട്ടിയുള്ള ഒരു മുട്ടി പോലെ ഒരു ഇത്. അപ്പോൾ ഇത് കിടന്ന് ഇനി ഇടയ്ക്ക് വന്ന ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വേണം ഒന്നുകൂടെ വന്നൊന്ന് ഇളക്കി ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ച് ഇട്ടേക്കണം. ഒരു ശകലം വെള്ളം അങ്ങോട്ട് അതിൻ്റെ മുകളിൽ ഒരു കപ്പ് വെള്ളം അങ്ങ് ഒഴിച്ചിട്ടാൽ മതി. അപ്പോൾ അതവിടെ കിടന്ന് പിന്നെ വെന്ത് ഇത് നാളത്തേക്ക് നല്ല വൃത്തിയായിട്ട് വെന്ത് കിടന്നോളും. നല്ല കണക്ക് ചൂടുമൊക്കെ ആയിട്ട് നാളെ ഇതെടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.